വിദേശത്തേക്കായെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അടക്കം പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ലഹരി മാഫിയ സംഘത്തിൻ്റെ വലയിൽ വീഴാറുണ്ട്. മെഡിക്കൽ പഠനത്തിന് മക്കളെ അയക്കാൻ ഭയപ്പെടുന്ന ഒരു സംഗതി വെച്ചാൽ പലരും ലഹരിക്ക് അടിമകളാകപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ റാഗിങ് ഇഷ്യൂസ്, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്സൊക്കെ പിന്നീട് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം. പൊതുവേ ഈ മേഖലയിലേക്ക് ഇടപെടുക എന്നുള്ളത് വലിയൊരു പേടിയുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്നതാണ്. സെൻറ്റർ ഏഷ്യ എന്ന് പറയുന്ന ഈ കമ്പനി അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വത്തിന് ഒരു വലിയ ഒരു വലയം സ്ഥാപിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. ഉപരിപഠനത്തിനായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന മക്കളൊക്കെ സുരക്ഷിത വലയത്തിനകത്ത് തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. ഹായ് പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഉപരിപഠനത്തിനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ, നമ്മുടെയൊക്കെ മക്കൾ, നമ്മുടെയൊക്കെ സഹോദരിമാർ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികം തന്നെയാണ്, അല്ലേ? ഇവിടുത്തെ ഫീ പൊതുവെ താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അതുകൂടാതെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി പഠിച്ചു വരുന്നതും നമ്മുടെ രാജ്യത്ത് പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പല കാര്യങ്ങളിൽ, അല്ലേ? അതൊരു ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ MBBS പോലെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ സെക്യൂരിറ്റി, അവരുടെ സുരക്ഷിതത്വം എല്ലാ രീതിയിലും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉക്രൈനിൽ യുദ്ധം നടന്ന സമയത്ത് അവിടെ MBBS പഠിച്ച വിദ്യാർത്ഥികളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. സംരക്ഷിക്കാൻ പോലും ആളുകളില്ലാത്ത ദയനീയമായൊരു അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ വളരെ വ്യക്തമായിട്ട് തങ്ങളുടെ ഇടപെടലുകൾ നടത്തുകയും തങ്ങൾ പറഞ്ഞയക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ സുരക്ഷിതത്വവും അതിൻ്റെ എല്ലാ രീതിയിലും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രതിനിധികളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നുള്ളത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഒരുപാട് രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പൊതുവെ മാറാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറ്റും? എങ്ങനെയാണ് നിങ്ങൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, കസാക്കിസ്ഥാനാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. കസാക്കിസ്ഥാനിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 5 വർഷം MBBS പഠനം പോലെ തന്നെയാണ് അവിടെയും 5 വർഷം MBBS പഠനമാണ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള രാജ്യങ്ങൾ 6 വർഷമാണ് വരുന്നത്, ഇവിടെ 5 വർഷമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ പല രക്ഷിതാക്കളും ഏറ്റവും കൂടുതൽ മെഡിക്കൽ പഠനത്തിന് മക്കളെ അയക്കാൻ ഭയപ്പെടുന്ന ഒരു സംഗതി വെച്ചാൽ പലരും ലഹരിക്ക് അടിമകളാകപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ റാഗിങ് ഇഷ്യൂസ്, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്സൊക്കെ പിന്നീട് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലിലാണ് അവിടെ താമസിക്കുക. കേരള ഹോസ്റ്റലാണ്, കേരള ഫുഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പോലും മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ലഹരിയുടെയോ അല്ലെങ്കിൽ റാഗിങ്ങിൻ്റെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ കൃത്യമായിട്ട് നമ്മുടെ ഹോസ്റ്റലിലെത്തുകയും ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ നമ്മൾ നിയമിച്ചിട്ടുള്ള വാർഡിൻ്റെ സഹായത്തോടു കൂടി പുറത്തു പോകാൻ പറ്റുള്ളൂ. അവിടെ നിങ്ങൾ തന്നെ നിയമിച്ച ഒരാളുണ്ട്, അവരുടെ കൂട്ടത്തിലല്ലാതെ പുറത്തു പോകാനും പറ്റില്ല. അപ്പോൾ അതിനൊരു കർക്കശമായിട്ടുള്ള ഒരു രീതി. അതെ. അപ്പം അത്തരത്തിലുള്ളത് കൊണ്ട് എല്ലാ സമയത്തും മുഴുവൻ സമയം നമ്മുടെ നിയന്ത്രണത്തിൽ, നമ്മുടെ നോട്ടത്തിലായിരിക്കും കുട്ടികൾ ഉണ്ടാകുക. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഇവിടെ ഇരിക്കുന്നത്, തൗസീഫ്. അഫ്സൽ, തൗസീഫ്, രണ്ടുപേരുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. രണ്ടുപേരുടെ പേരാണ് പറഞ്ഞത്. ഇത് അഫ്സലാണ്, ഇത് തൗസീഫാണ്. എന്താണ് തൗസീഫ് അവിടുത്തെ ഒരു അനുഭവം? മൈക്കൊന്ന് കേൾക്കണം. എങ്ങനെ തോന്നി? തൗസീഫിൻ്റെ ഒരുപാട് ആളുകൾ ഈ കസാക്കിസ്ഥാനിലൊക്കെ ഇപ്പം നിലവിൽ പോയിട്ടുണ്ടല്ലോ. കസാക്കിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നൊരു ചിത്രമേ പറയാം. പക്ഷെ എങ്ങനെയാണ് അവിടുത്തെ വിദ്യാഭ്യാസ അനുഭവങ്ങൾ, ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ? ഇതിപ്പോൾ ഹോസ്റ്റലിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലോട്ടും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോസ്റ്റലിലോട്ടും. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ 6 ദിവസത്തെ ക്ലാസ്സാണ് ഉണ്ടാവുക, സൺഡേ ഹോളിഡേ. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു ദിവസം ലെക്ചർ ക്ലാസ് ആണെങ്കിൽ ബാക്കിയുള്ള 5 ദിവസവും അതിൻ്റെ സെമിനാർ ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒരു 3-4 മണിക്കൂറായിരിക്കും മാക്സിമം പോയാൽ തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്റ്റലിലോട്ട് വരാനാണ്. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ എങ്ങനെയാണ്? ഹോസ്റ്റൽ ഫെസിലിറ്റി ഗേൾസിനും ബോയ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ കാറ്റഗറി വൈസ് ഗേൾസ് വേറെയും ബോയ്സ് വേറെയും അങ്ങനെയാണ്. അപ്പോൾ അവിടെ നമുക്കുള്ള ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മാക്സിമം ആൾക്കാരും മലയാളികൾ തന്നെയാണ്. ഇവിടെ കേരളത്തിലുള്ള എല്ലാ സെൻട്രൽ ഏഷ്യയിൽ കീഴിൽ വരുന്ന ആൾക്കാർ
ഇങ്ങനെ മലയാളികളായിട്ടുള്ള ആളുകളാണ്, സ്റ്റുഡൻസാണ് നമ്മുടെ ഹോസ്റ്റലിൽ കൂടുതലായിട്ടുള്ളത്. അവിടെ നമുക്കുള്ള കുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും മലപ്പുറത്തെ ഒരു ഇക്കയും കുടുംബമാണ്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ ഉള്ള വാർഡനാണെങ്കിലും മലയാളിയാണ്. നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് വേണ്ട കുറവുകളും നമ്മുടെ കുറവുകളും നമുക്ക് അവിടെ ഹോസ്റ്റലിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്കായിട്ട് നമ്മുടെ ഒരാളായിട്ട് നമ്മുടെ ഒരു ജ്യേഷ്ഠനോ സഹോദരനോ ആ ഒരു രീതിയിൽ നമുക്ക് അവരോട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട് ഓപ്പൺ ആയിട്ട് തന്നെ. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ഇത് ലാംഗ്വേജ് അവിടുത്തെ ലോക്കൽസിന് ഇംഗ്ലീഷ് അറിയില്ല, റഷ്യനാണ് അറിയുക. അപ്പോൾ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ലോക്കൽസിനോട് സംസാരിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ഹോസ്റ്റലിലാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജിൽ തന്നെ സംസാരിക്കുന്ന ആളായതുകൊണ്ടും നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോൾ ഹോസ്റ്റലിൽ എന്തെങ്കിലും ഫെസിലിറ്റി കുറവുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് ഇതുവരെ മോശമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സെൻട്രൽ ഏഷ്യ ഏകദേശം മൈക്കില്ല, കയ്യിലിങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. ഈ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന നിങ്ങളുടെ കമ്പനി ഏകദേശം എത്ര വർഷമായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം 4 വർഷത്തോളമായി സെൻട്രൽ ഏഷ്യ എന്നുള്ള കമ്പനി പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിട്ട്. ഇതിന് തുടക്കകാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്ടറായിട്ട് വരുന്നത് ഡോക്ടർ സഞ്ജയ് യാദവ് ആണ്. അദ്ദേഹം കസാഖ് നാഷണലിലെ ഡോക്ടറാണ്, അവിടെ ഡോക്ടറായി വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഇതിന്റെ ഡയറക്ടർ അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ CEO ആയിട്ടുള്ളത് എറണാകുളത്തുള്ള ആലുവ സ്വദേശിയായിട്ടുള്ള ജലീൽ കോയ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ മാസം മരണപ്പെട്ടു പോയി. അപ്പം അദ്ദേഹത്തിന്റെ മകള് ഇവിടെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയുമാണ്. നിലവിലവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ ഒരു ഇതെങ്ങനെയാണ്? ഇപ്പൊ കസാഖിസ്ഥാനിലെ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടാണല്ലോ ഈ കോഴ്സ് ഉള്ളത്. യൂണിവേഴ്സിറ്റിയുടെ നിലവാരം കാര്യങ്ങളും പറയുകയാണെന്നെങ്കിൽ നമ്മൾക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമാണ് എയിംസ്, ജിപ്മർ പോലുള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ കസാഖിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഭിമാനമാണ് അൽഫറാബി കസാഖ് നാഷണൽ യൂണിവേഴ്സിറ്റിയും അസ്ഫിന്ദുരാവ് കസാഖ് നാഷണൽ യൂണിവേഴ്സിറ്റിയും ഒക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ക്വാളിറ്റിയും അവരതിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ ഒരു കോഴ്സ് പഠിച്ച് MBBS കഴിഞ്ഞ ഒരാൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ജോലി ചെയ്യാം. തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യയിൽ വന്നുകൊണ്ട് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് NMCയുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ പുതിയ നിയമം അനുസരിച്ച് ഇവിടെ തിരിച്ചു വരുന്ന കുട്ടികൾക്ക് 2023 മുതൽ തിരിച്ചു വരുന്ന കുട്ടികൾക്ക് ഇന്ത്യയിൽ MBBS പഠിച്ച കുട്ടികൾക്കും വിദേശത്ത് MBBS പഠിച്ച കുട്ടികൾക്കും ഇവിടെ നെക്സ്റ്റ് എന്നുള്ളൊരു എക്സാം എഴുതണം. അത് എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ തുടർ പഠനത്തിനും അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ അവിടുത്തെ അക്കാഡമിക് ക്വാളിറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ തിരിച്ചിവിടെ വന്നിട്ട് നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എഴുതി അത് കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷമാണ് അവിടെയും ഇവിടെയാണെങ്കിലും 5 വർഷം തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയിംസിനോടും ജിപ്മറിനോടും ഇടപിടിക്കുന്ന രീതിയിൽ ലോകത്തിലെ റാങ്കിങ് യൂണിവേഴ്സിറ്റികൾക്കിടയിൽ ഏറ്റവും വളരെ നല്ല രീതിയിൽ തന്നെ മനോഹരമായി കൊണ്ട് തന്നെ റാങ്കിങ് നിലനിർത്തി പോരുന്ന യൂണിവേഴ്സിറ്റികളാണ് അൽഫറാബിയും അതുപോലെ തന്നെ അസ്ഫിന്ദുരാവ് കസാഖ് നാഷണൽ. ഇത് രണ്ടും ഏതാണ്ട് 150 വേൾഡ് റാങ്കിങ്ങിലും അതുപോലെ തന്നെ 600 വേൾഡ് റാങ്കിങ്ങിലൊക്കെ നിലനിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ ഈ പൊതുവേ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പൊതുവേ വിദേശത്തേക്കായെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അടക്കം പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ലഹരി മാഫിയ സംഘത്തിൻ്റെ വലയിൽ വീഴാറുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നാട്ടിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് അയക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഒരു ഹോസ്റ്റൽ എന്നതിനപ്പുറത്തേക്ക് അവിടെ വലിയൊരു സെക്യൂരിറ്റി ഒന്നും കിട്ടാനുള്ള സാധ്യത ഒന്നുമില്ല. അവർക്ക് പറ്റാവുന്ന രീതിയിൽ പുറത്തു പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ലഹരി മാഫിയകൾക്ക് കീഴിലേക്ക് വരുന്നു. അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്ത് എല്ലാ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം തന്നെയാണ്. അത് തടയിടാൻ നിങ്ങളുടെ ഈ ഒരു സുരക്ഷാ സംവിധാനം കൊണ്ട് സാധിക്കും എന്നെനിക്ക് തോന്നുകയാണ്. കാരണം അവിടെ നിങ്ങളുടെ ഒരു പ്രതിനിധിയുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും എന്താണ് ഇത്തരത്തിൽ കാത്തിരിക്കുന്ന ഉപരിപഠനത്തിനായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു കമ്പനിയുടെ ഭാഗം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഉണ്ടായിരുന്ന ജലീൽ ക, അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രചോദനമായിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. കാരണം ഇവിടെ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ലഹരി മാഫിയക്ക് അടിമകളാകപ്പെടുന്ന നമ്മുടെ കുട്ടികൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു.
ഇത്തരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ അതേ രീതിയിൽ തന്നെ പോയി പഠിച്ച് തിരിച്ചു വരിക എന്നുള്ളത്, അത്തരമൊരു സാഹചര്യം നമ്മൾക്ക് മുന്നിൽ വരുമ്പോൾ നമ്മൾക്ക് രണ്ട് കൈയും നീട്ടി നമ്മൾക്ക് സ്വീകരിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാണ്. അവരിലേക്ക് ഇത് എത്തിക്കുകയും അവരുടെ കുട്ടികളൊക്കെ നമ്മൾ അവിടെ വിദ്യാഭ്യാസം, നമ്മൾക്കറിയാം മെഡിക്കൽ പഠനം ഇവിടെ കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. അത്തരത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, ആ കുട്ടി നീറ്റ് എക്സാം എഴുതുന്നത് മുതൽ ഒരു ഡോക്ടർ ആകണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ അതിനു വേണ്ടുന്ന സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ ആ ആഗ്രഹം ഉപേക്ഷിക്കപ്പെടുകയും നിരാശയോടെ മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ അവരുടെ സാമ്പത്തിക വ്യവസ്ഥക്കനുസരിച്ച് അതിൽ വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവിടെ പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഉക്രൈൻ റഷ്യ വിഷയം വന്നപ്പോൾ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് പോയിട്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ കസാഖിസ്ഥാൻ കുറച്ചുകൂടി നമ്മൾക്ക് പ്രതീക്ഷയേകുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമാണ് കസാഖിസ്ഥാൻ. ഏതാണ്ട് ഡൽഹിയിൽ നിന്ന് 2000 കിലോമീറ്റർ മാത്രമേ കസാഖിസ്ഥാനിലേക്കുള്ളൂ, ബൈ റോഡ് വഴിയാണ്. മാത്രമല്ല ഡൽഹിയിൽ നേരിട്ട് ഫ്ലൈറ്റും ഉണ്ട് കസാഖിസ്ഥാനിലേക്ക്, 3 മണിക്കൂർ ട്രാവലിംഗ് ആണ്. ഇൻ കേസ് എന്ത് ഇഷ്യൂസ് വന്നാലും, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് അപ്പൻഡിക്സിന് ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാതെ പോയതിൻ്റെ പേരിൽ അവിടുന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരികയും 2 ദിവസം കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആ കുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധി തന്നെയാണ് അങ്ങോട്ട് പോയിട്ട് ആ കുട്ടിയെ തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ പോകുമ്പോൾ കൂടെ ഞാനുമാണ് പോകുന്നത്. ഞാൻ പോയി 2 ആഴ്ചത്തോളം അവിടെ കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവിടെ നിർവഹിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, കുട്ടികൾ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരാറാണ്. അഫ്സലും ഞാനും തമ്മിൽ വലിയ സൗഹൃദമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത് പൊതുവേ ഈ മേഖലയിലേക്ക് ഇടപെടുക എന്നുള്ളത് വലിയൊരു പേടിയുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്നതാണ്. ഷാഫ്സലിനെ പോലെയുള്ള ആളുകളൊക്കെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ, അതിൻ്റെ ഏറ്റവും നല്ല തനിമയോട് കൂടിയിട്ട് അത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ സെൻറ്റർ ഏഷ്യ എന്ന് പറയുന്ന ഈ കമ്പനി അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വത്തിന് ഒരു വലയം സ്ഥാപിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ചോയ്സ് അല്ലേ? ഈ മേഖലയിൽ ഒരുപാട് ചൂഷണം നടക്കാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കസാഖിസ്ഥാൻ രാജ്യത്ത് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഫീസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാമെന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരുപാട് വിദ്യാർത്ഥികളെ ഈ രീതിയിൽ പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അത്തരക്കാർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും നീക്കം നടത്താറുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു കുട്ടി മറ്റൊരു കമ്പനി വഴി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പലപ്പോഴും കോഴ്സിൻ്റെ ഫീസും അതുപോലെ തന്നെ ഹോസ്റ്റൽ റെൻറ്റും മാത്രം കാണിച്ചുകൊണ്ട്, ഇത്ര മാത്രമേ നിങ്ങൾക്ക് എക്സ്പെൻസ് ഉള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് ആ കുട്ടികൾ കുറഞ്ഞ പാക്കേജ് കണ്ടതുകൊണ്ട് മാത്രം അതിലേക്ക് അഡ്മിഷൻ എടുക്കുകയും, പിന്നീട് ഈ കുട്ടിയുടെ പാസ്പോർട്ട്, നമ്മൾ സ്വാഭാവികമായിട്ടും അറിയാം വിസയുടെ പ്രൊസീജിയറിന് വേണ്ടി ഒരു പാസ്പോർട്ട് കമ്പനി ഏൽപ്പിക്കുന്ന സമയത്ത് വിസ അടിച്ചതിന് ശേഷം മറ്റ് ചിലവുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വലിയൊരു ഭീമമായ തുക അവർ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ആ കുട്ടി നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മളുടെ പാക്കേജിനേക്കാളും കുറഞ്ഞ പാക്കേജ് എന്ന് കണ്ടത് കൊണ്ടാണ് ആ കുട്ടി അതുവഴി എടുത്തത്. അവസാനം ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുകയും സംസാരിച്ചിട്ട് അവിടെ എത്തിയിട്ട് ആ തുക അടക്കാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവിടത്തേക്ക് പോവുകയും, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾക്ക് ഒരു പരിധിവരെ അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് ആ കുട്ടികൾ ഏത് കമ്പനി വഴിയാണ് പോകുന്നത്, ആ കമ്പനിയുടെ സ്പോൺസർഷിപ്പിലായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് മറ്റൊരു കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഇടപെടുന്നതിൽ പരിമിതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഇടപെടൽ കൊണ്ട് ആ കമ്പനി വളരെ സൂക്ഷ്മമായിട്ടാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഫീസ് വേറൊരു കമ്പനി ത്രൂ പോയപ്പോൾ അവിടെ ഫീസ് ഫസ്റ്റ് ഇയർ ഫുൾ ഫീസ് അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി വാശി പിടിച്ചു. അങ്ങനെ പിടിച്ച സമയത്ത് ബാക്കിയുള്ള കുട്ടികൾക്ക് സെമസ്റ്റർ ഫീസാണ് അവിടെ അടക്കുന്നത്. നമ്മുടെ ഈ കസാഖിസ്ഥാൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ സെമസ്റ്റർ വൈസ് ഫീസ് അടക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു വർഷത്തെ ഫീസ് ഒന്നായി അടക്കേണ്ടതില്ല. അപ്പോൾ ഈ കമ്പനികൾ ആ രീതിയിൽ ഒരു വർഷത്തെ ഫീസ് അടച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഫീസ് കയ്യിൽ തന്ന ഫീസ് അടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി വളരെ നിരാശയോടുകൂടി നമ്മൾ ബന്ധപ്പെട്ടു. നമ്മുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം ആ കുട്ടി അവിടുത്തെ ഡീനുമായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഉച്ചയാകുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഫീസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന അവസ്ഥയും ഉണ്ടായി. ഇനി ഒരു അത്യാവശ്യ ഘട്ടമൊക്കെ വന്നാൽ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാത്തൊക്കെ ഒരു അവസ്ഥ, ചിലപ്പോൾ ഈ രോഗം കാരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ അതിനൊക്കെ ഒരു പ്രതിരോധിക്കാൻ പറ്റും? കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് തൗസീഫിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഡീനുമായി ബന്ധപ്പെടുകയും
ആ കുട്ടിക്ക് മാത്രമായിട്ട് വേറൊരു എക്സാം വെക്കാനുള്ള സംവിധാനം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് ആണ് തീർച്ചയായിട്ടും. കാരണം അത്രത്തോളം നമ്മളുമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളോടായാലും കുട്ടികളോടായാലും വളരെ നല്ല രീതിയിലാണ്. ബെസ്റ്റ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി, ആ കമ്പനിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് അഫ്സലൊക്കെ എനിക്കറിയാവുന്ന ആളൊക്കെ തന്നെയാണ് അല്ലേ? എല്ലാ രീതിയിലും കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് നമ്മൾ തമ്മിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വീഡിയോ വിദ്യാഭ്യാസപരമായിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ, ഉപരിപഠനത്തിനായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന മക്കളൊക്കെ സുരക്ഷിത വലയത്തിനകത്ത് തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും സെൻട്രൽ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്, അവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെയുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടുക. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലും അന്വേഷിക്കാം അല്ലേ? എല്ലാ രീതിയിലും അന്വേഷിച്ച് അതിൻ്റെ സുരക്ഷിതത്വമൊക്കെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ കസാഖിസ്ഥാനാണ് നിങ്ങൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് അല്ലേ? കസാഖിസ്ഥാനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്കും കൂടി കുറച്ചുകൂടി നമ്മുടെ മേഖല വളർത്താൻ ശ്രമം നടത്തുന്നുണ്ട്. അടുത്ത വർഷം ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഉസ്ബെക്കിസ്ഥാനിലും കൂടി ഇത്തരത്തിലുള്ളൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെൻട്രൽ ഏഷ്യ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ഞാൻ കാണുകയാണ്. നിങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഞാൻ ഇതിനെ റെഫർ ചെയ്ത് തരുന്നു. നല്ല രീതിയിൽ അന്വേഷിച്ച് വ്യക്തമാക്കിയതിന് ശേഷം ഇവരുടെ ഭാഗമായിട്ട് മാറുക. എന്തായാലും നിർത്താല്ലേ?